الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن نعمره ننقصه في الخلق أفلا يعقلون ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ടുന്നവ പാലിച്ചും സൂക്ഷിക്കേണ്ടുന്നവ സൂക്ഷിച്ചും മാനിക്കേണ്ടുന്നവ മാനിച്ചും യഥാവിധി മുത്തഖീകളായി മുഅ്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി എന്നോടെന്നതുപോലെ തന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു കലണ്ടർ കൂടി ചുമരിൽ നിന്ന് മാറി പുതിയ ഒരു കലണ്ടർ സ്ഥാനം പിടിക്കുന്ന ദിവസങ്ങളിലാണുള്ളത്. സ്വാഭാവികമായിട്ടും ഡിസംബർ മാസത്തിന്റെ അവസാനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഏതോ വലിയ കമ്പനിയിലെ ഒരു വർഷത്തെ കംപ്ലീറ്റ് ഓഡിറ്റ് കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റ് അവരുടെ കണക്ക് പുസ്തകം മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്ന ഒരു മാസമാണെന്ന്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവസാനത്തെ ദിവസം. സൂര്യൻ അസ്തമിച്ച് ഉറങ്ങാൻ പോകുന്ന ഒരു ദിവസം അയാളുടെ ജീവിതത്തിലെ അവസാനവും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നത് ഒരു നല്ല ദിവസവും. അതിൽ ചൊവ്വാഴ്ചക്ക് ചൊവ്വാ ദോഷവും ശനിയാഴ്ചക്ക് ശനി ദശയോ വെള്ളിയാഴ്ചക്ക് എന്തെങ്കിലും നഹ്സോ തിങ്കളാഴ്ചക്ക് പ്രത്യേകമായ ദിവസമോ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്
ഞാൻ നിങ്ങളുമൊക്കെ ഈ 360 ചില്ലാനം ദിവസം ജീവിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് നേടാനായി? ഒരധിക ദിവസം നമുക്ക് കിട്ടിയാൽ ഒരു 45 മിനിറ്റും കളിച്ചിട്ട് കളിയിൽ ഗോളടിക്കാതെ വന്നാൽ പിന്നെ കിട്ടുന്ന ഒരു 10 മിനിറ്റ് ഉണ്ട്. നമ്മളിൽ പല ആളുകൾക്കുള്ള എക്സ്ട്രാ ടൈമാണിത്. ഇതിൽ ഗോളടിച്ചാൽ മറ്റുള്ളവന് ഇഞ്ചുറിയാണ്, വേദന ഉണ്ടാവും. ആർക്കാ ഇഞ്ചുറി വേണ്ടത്? ശൈത്വാനാണ്. നമുക്കെന്താ വേണ്ടത്? ഇനിയൊരു സഡൻ ഡെത്തിലേക്ക് പോകരുത്. ഇന്നലെ ഇശാഇന് നമ്മൾ ഒരുമിച്ച് ചായ കുടിച്ചിട്ട്, ഇന്നലെ സംസാരിച്ച, ഇന്നലെ കൂടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഉണ്ടായിരുന്ന അയാളാണല്ലോ ഇയാളെന്ന് പറയാൻ കാത്തു നിൽക്കാതെ ഒരു സഡണ്ടത്തിന് ഒരു ബ്രേക്ക് നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് പടിയിറങ്ങുന്ന ഞാനും നിങ്ങളൊക്കെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ കണക്ക് പരിശോധിക്കാൻ ഒരു മാർച്ച് മാസം വരേണ്ടതില്ല, ഡിസംബറിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. ഒരു ജനുവരിയുടെ 1-ാമത്തെ തീയതി എന്ന് പറഞ്ഞാൽ ഒരു പുതുവത്സരം ആഘോഷിച്ച് തിമർക്കാനുള്ളതല്ല, മറിച്ച് കരയാനുള്ളതാ. ഒരാഴ്ചക്കാലം മുഴുവൻ ജീവിക്കാൻ നൽകിയിട്ട് എന്റെ റബ്ബ് എനിക്ക് സൗജന്യമായി നൽകിയിട്ട് അതിൽ എത്രയെത്ര ഗ്യാപ്പുകളുണ്ട്. അതാഉസ്സലമി റളിയല്ലാഹു അൻഹു നമ്മൾ ഈ സമയത്ത് ഓർക്കണം. കൈകൊണ്ട് കരവിരുതൊരുക്കി തുന്നി ചേർത്ത തുണികൾ കൊണ്ട് ആ നാട്ടിൽ അലങ്കനീയമായ സ്ഥാനം കരസ്ഥമാക്കിയ ആളായിരുന്നു അതാഉസ്സലമി റളിയല്ലാഹു അൻഹു. ആ നാട്ടിലെ സമ്പന്നനായ ഒരു വ്യക്തി തന്റെ വീട്ടിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒന്നുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കൊടുക്കാവുന്നതിന്റെ മാക്സിമം കൊടുക്കാൻ വാഗ്ദാനം ചെയ്തിട്ട് തുന്നാനേൽപ്പിച്ച സമയം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് അത് കൊണ്ടുപോകാൻ വന്ന സമയത്ത് ചുരുട്ടിക്കൂട്ടിയ പുതിയൊരു കാർപ്പറ്റ് അവിടെ കാണുകയാണ്. അതിന്റെ കെട്ടുകളഴിച്ച് നൂർത്തിയിട്ടു. എന്നിട്ട് 4 ഭാഗത്തുകൾ നടന്നു. നീളം ശരിയല്ലേ, വീതി ശരിയല്ലേ, പറഞ്ഞ രൂപത്തിലല്ലേ പൂക്കളും മനോഹരമായ ഡിസൈനും ഒക്കെ ഉള്ളത്. അദ്ദേഹം ആ റൗണ്ട് അവസാനിപ്പിച്ചപ്പോ അതാഉസ്സലമി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ അത്ര നീളമില്ല, ഞാൻ പറഞ്ഞതിനേക്കാളും അല്പം വീതി കൂടുതലാ, ഇതെന്റെ റൂമ് പറ്റൂല, ഞാൻ പറഞ്ഞ ഡിസൈൻ ഇതിലില്ല. അതാഉസ്സലമി റളിയല്ലാഹുവിന് കരയാൻ തുടങ്ങി. ചരിത്രം നമുക്കറിയാം. ആ മുതലാളി പറഞ്ഞു, കരയേണ്ട, കാശ് എത്ര ചെലവാക്കിയാലും ഇതൊന്ന് റീകണ്ടീഷൻ ചെയ്താൽ മതി, ഇതിന്റെ ഊടും പാവും അഴിച്ചു മാറ്റി ഡിസൈൻ ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് ഒന്ന് ഉഷാറാക്കി തീർത്ത് ഇത് മനോഹരമായ ഒരു കാർപ്പറ്റാക്കി തന്നാൽ മതി. അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ ശബ്ദം ഉയർന്നു എന്നാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, തന്നെ ആശ്വസിപ്പിക്കുന്ന ആ നാട്ടിലെ സമ്പന്നനായ കാശു പ്രശ്നമില്ലാത്ത ഒരാൾ തന്നെ ആശ്വസിച്ചപ്പോ അദ്ദേഹത്തിന്റെ തേങ്ങൽ ഉയർന്നു കൂടി. അതാഉസ്സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ കാർപ്പറ്റിന്റെ സ്ഥാനത്ത്, ഈ വിരിയുടെ സ്ഥാനത്ത് ഞാൻ എന്റെ ജീവിതമാണ് കാണുന്നത്. നാളെ പരലോകത്തിന്റെ ജീവിതമാകുന്ന കാർപ്പറ്റ് കൊണ്ടുപോയിട്ടിട്ട് അതാഉസ്സലമി നീ നിനക്ക് നൽകിയ 60 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലം ജീവിച്ചിട്ട് അതിന്റെ നീളം പൂർണ്ണമായ രൂപത്തിൽ വിനിയോഗിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല, അതിന്റെ വീതി കൃത്യമായ രൂപത്തിൽ പാലിക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പൊട്ടിക്കരയുമ്പോ എന്റെ റബ്ബിന്റെ പുറത്ത് തട്ടിയിട്ട് ദുനിയാവിലേക്ക് തിരിച്ചു പോയിട്ട് ഇതൊന്ന് റീകണ്ടീഷൻ ചെയ്തു താ എന്ന് പറയാൻ ഇനി എനിക്കൊരു അവസരം എന്റെ റബ്ബ് തരില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ അതാഉസ്സലമിയാകട്ടെ ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പ്രധാനമായ ഒരു റോൾ മോഡലായി മാറേണ്ടത് അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആഘോഷിക്കാനല്ല, ആരാധനയിൽ മുക്തിയെടുത്ത ജീവിതം നയിക്കാൻ ഓരോ ഉമ്മത്തിൽ പിറന്ന വ്യക്തിക്കും ബാധ്യതയുണ്ട്. അത് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, നാം നമ്മുടെ കൊച്ചുനാളിൽ പഠിച്ചു വെച്ച ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ഞാനതിന്റെ തുടക്കത്തിൽ ഓതിയപ്പോ ഒന്ന് നിർത്തി രണ്ടാമത് ഓതിയത് ബോധപൂർവം തെറ്റിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിപ്പോയത് കൊണ്ടല്ല, നിങ്ങളിൽ എത്ര പേർക്ക് ആ ആയത്തുമായി ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. സൂറത്ത് ഞാൻ പറയണ്ട, ആയത്ത് നമ്പർ ഒന്നും ഞാൻ പറയണ്ട, ഒന്നുകൂടി ഓതിയാൽ നിങ്ങൾക്ക് എന്റെ കൂടെ ഓതാൻ കഴിയുമെങ്കിൽ ഒറ്റ ശ്വാസത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര പ്രാവശ്യം നമ്മൾ മദ്രസയിൽ കാണാതെ പഠിച്ചതാണ്, എത്ര പ്രാവശ്യം ഓതിയതാ, എത്ര ഗദ്ഗതം മുറ്റി നിൽക്കുന്ന വീട്ടിലായിരുന്നാൽ പോലും അവിടെ മയ്യത്തിന്റെ അരികിലിരിക്കുന്ന ചന്ദനത്തിരിയോ കുന്തിരിക്കുമോ പുകയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കണ്ണിലേക്ക് കയറി വരുന്നത് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ തുളച്ചുങ്ങനെ നിൽക്കും ഹൃദയത്തിൽ, ജ്വലിച്ചു നിൽക്കും ഹൃദയത്തിൽ. ആ മരണ വീട്ടിൽ ഓതുന്നവർക്കും
ആ മരണ വീട്ടിൽ ഓതുമ്പോൾ അത് കേൾക്കുന്നവർക്കും ചിന്തിക്കാൻ പോകുന്ന ഒരുപാട് ആയത്തുകൾ ആ വരികൾക്കിടയിലുണ്ട്. വെറും സൂറത്തു യാസീനിൽ ഒതുങ്ങി നിന്ന് 4-5 ആയത്തുകൾ മാത്രം കേൾപ്പിക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ആർക്കാണ് ഖുർആൻ ചിന്തിക്കാൻ പോകുന്ന രൂപത്തിൽ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ 70-ാമത്തെ വചനത്തിൽ കൂടി ഖുർആൻ ചിന്തിക്കുന്നവർക്കുള്ളതാ. ആരാ ചിന്തിക്കേണ്ടത്? ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അതേപോലെ തന്നെ അടുത്ത ദിവസം എനിക്കുമൊന്നും മാറ്റി കിടക്കാനുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് നമുക്കുള്ള ഉത്ബോധനമാണ്, താക്കീതാണ് പരിശുദ്ധ ഖുർആൻ. മരണ വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കും മുമ്പ്, ഉപ്പാനെ കുളിപ്പിച്ച തോർത്തുടങ്ങും മുമ്പ്, ഉപ്പാനെ കുളിപ്പിച്ച സോപ്പിൽ ആ ഉപ്പാന്റെ ആ മണം മാറുന്നതിന് മുമ്പ് വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി തിരക്ക് കൂട്ടുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെയുള്ള താക്കീത. ആ മയ്യത്ത് കൊണ്ടുപോയി വെച്ച് മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതിന് മുമ്പ് മയ്യത്തിന്റെ 3-നോ 7-നോ 14-നോ 40-നോ വാർഷികത്തിനോ ഒക്കെ അടയാളം തീരുമാനിക്കുന്ന, ഡേറ്റ് തീരുമാനിക്കുന്ന മുസ്ലിയാക്കന്മാരായ എനിക്കും നമുക്കുമൊക്കെയുള്ള ചിന്തയ്ക്കും അവയുള്ളതാ. അടക്കം കഴിഞ്ഞ് കുഴി അത് ക്ലിയർ ആക്കിയതിനു ശേഷം അതിന്റെ കാശും കല്ലിന്റെ കണക്കും പറഞ്ഞ് കാശ് വാങ്ങുന്ന കമ്മിറ്റിക്കാരായ നമുക്കൊക്കെയുള്ള ചിന്തയാണ് ഇതിന് വേണ്ടത്. ജനാസ നമസ്കാരം കഴിഞ്ഞ് കബറടക്കം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന എനിക്കും നിങ്ങൾക്കുമുള്ളതാ. എന്റെ കൂട്ടുകാരൻ മരിച്ചിട്ട് നാളെ 10 മണിക്കാണ് മയ്യത്തെടുക്കുന്നത് എങ്കിൽ 10 മണി വരെ കാത്തു നിൽക്കാൻ എനിക്ക് കഴിയില്ല. പാർട്ടിയിൽ മീറ്റിംഗ് ഉണ്ട്, സംഘടനയിൽ മീറ്റിംഗ് ഉണ്ട്, കുടുംബത്തിൽ കാര്യങ്ങളുണ്ട്, കച്ചവടത്തിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞോടുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള താക്കീത. മരിച്ചൊന്ന് പോകണം, എന്റെ ജീവിതം തിരിച്ചൊന്ന് വെക്കേണ്ടതുണ്ട്. ഈ മടക്കയാത്രയിൽ എന്റെ കയ്യിൽ മുതലെത്രയാണുള്ളത്? അള്ളാഹുവിനെ മറന്നുകൊണ്ടല്ലെങ്കിൽ പോലും ജീവിക്കുന്നതിനിടയിൽ പാകപ്പിഴവുകൾ എത്രയാവുന്നത്? മതിമറന്നവരെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന രൂപത്തിൽ അല്ല ചോദിക്കുന്ന ചോദ്യമുണ്ട് കേട്ടോ. ആ പരിശുദ്ധ ഖുർആന്റെ 66-ാമത്തെ ആയത്തിലൂടെ ولو نشاء لطمسنا على أعينهم فاستبقوا أعينهم فاستبقوا الصراط فأنى يبصرون. അല്ലാഹു പറയാ, ഇതൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കാതെ ജീവിച്ച് കണ്ണുപൊട്ടന്മാരെ പോലെയാകുന്ന ആളുകൾ, കണ്ണു കാണാത്തവരെ പോലെയാകുന്ന ആളുകൾ നാളെ പരലോകത്ത് പടച്ചോൻ കൊണ്ടുവന്ന് നിർത്തുമ്പോ നഹ്ശുറുഹും അവരെ ഒരുമിച്ച് കൂട്ടുന്നത് കണ്ണ് കാണാത്തവരായിട്ടാണ്. സൂറത്ത് താഹയിൽ എന്ന് പറയാ, വമന്നാറ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ. അന്ധത ബാധിച്ചവരെ പോലെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ നാളെ ഖിയാമത്ത് നാൾ കൊണ്ടുവരുമ്പോ 2 കണ്ണുള്ളവർക്ക് കണ്ണുണ്ടാവില്ല. പടച്ചോൻ അത് ചോദിക്കും, അല്ലാഹുവേ ഞങ്ങൾ കണ്ണുള്ളവരായിരുന്നല്ലോ, അതിന്റെ കാഴ്ചകൾ 50 ആയപ്പോ 50 ആയപ്പോഴേ മങ്ങാൻ തുടങ്ങിയപ്പോ അതിന് പാടകൾ പറ്റിയെങ്കിൽ അത് സർജറി ചെയ്തിട്ട് സ്പെക്സ് വെച്ചവരാണ്. ഓരോ കൊല്ലം കഴിയുമ്പോഴും അതിന്റെ പവർ കൂട്ടി വെച്ചവരാണ് ഞങ്ങള്. അതിന്റെ ഫ്രെയിമിൽ സ്വർണം ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന സ്വർണത്തിന്റെ കണ്ണട ഫ്രെയിം വെച്ചവരാ ഞങ്ങള്. വില കൂടിയ കണ്ണടകൾ വെച്ച ആളുകളാ, ശസ്ത്രക്രിയ ചെയ്ത ആൾക്കാരാ. എന്നിട്ട് ആ കണ്ണിനെ വളരെ മനോഹരമായി സൂക്ഷിച്ചവരാണ്, സംരക്ഷിച്ചവരാണ്. കണ്ണിന് യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല. 60-65 വയസ്സിൽ പോലും സൂചിയിൽ കൂടി വളരെ കൃത്യമായി നൂൽ കോർക്കാൻ കഴിയുന്നവരായിരുന്നു ഞങ്ങള്. ഇവിടെ എന്താ ഇങ്ങനെ? ഇവിടെ എന്താ കണ്ണു കാണാത്തവരായിട്ട്? അല്ല പറയാ, ഞങ്ങൾ കാഴ്ചയുള്ളവരായിരുന്നു, പക്ഷേ റബ്ബിന്റെ ഖുർആൻ ഓതുമ്പോ അത് കൃത്യമായി കാണാനുള്ള കണ്ണുണ്ടായിരുന്നില്ല, അത് കേൾക്കാനുള്ള കാതുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള കൽബുണ്ടായിരുന്നില്ല. ആ പള്ളിപ്പറമ്പിലെ പോത്തും ആടും നാൽക്കാലികളും എങ്ങനെയാണോ ഒരു മയ്യത്ത് കട്ടില് കണ്ടത്, എങ്ങനെയാണോ ഒരു മയ്യത്ത് കബറടക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചത്, അവഗാനിക്കുന്ന പ്രതികരണം പോലും ഇരുകാലിയായ മനുഷ്യ നീ കാണിച്ചില്ല. അല്ലാഹു റസൂൽ പറയാ, ദുനിയാവിൽ ജിന്നും ഇൻസും ഒഴികെ ബാക്കിയുള്ള സർവ്വചരാചരങ്ങളും മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുന്ന മയ്യത്തിന്റെ അലർച്ചയും നിലവിളിയും കേൾക്കും. ഹെലിക്കാട്ടിൽ മാത്രം കൊണ്ടില്ലേ കണ്ണാലെ കെട്ടൂല. എന്തുകൊണ്ടാ? ചാണെടുത്ത് മേടിച്ചിട്ടാ? അല്ല, അത് അവിടെ ഒന്നും തിന്നൂല, അതുകൊണ്ടാ. കയറ് പൊട്ടിച്ചോളും. ആ നാൽക്കാലി എന്ന ഉപയോഗിച്ച് എന്തുകൊണ്ടറിയോ? കണ്ണുണ്ടായിട്ട്. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അല്ലാഹു പറഞ്ഞ ആയത്തൊന്ന് തിരിച്ചു പറഞ്ഞത് ഞാൻ. കണ്ണുണ്ടായിട്ട് കാണാത്തവര്, കാതുണ്ടായിട്ട് കേൾക്കാത്തവര്,
ബുദ്ധിയിട്ടായിട്ട് ചിന്തിക്കാത്തവര് ഉലൈക കല്ലന്നാം, അവർ നാൽക്കാലികളെ പോലെയാ, ബൽഹും അളല്ല്, അല്ല നാൽക്കാലിയേക്കാൾ മോശം. മയ്യത്ത് കൊണ്ട് കൊണ്ടുപോകുമ്പോ അരികിൽ കെട്ടിയ ഏതെങ്കിലും നാൽക്കാലിയെ ശ്രദ്ധിച്ചാൽ മതി, ചെവിയൊക്കെ ഉയർത്തിപ്പിടിച്ച് കയർ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കും. മനുഷ്യന്മാരോ അവിടെ അപ്പുറത്ത് 35 ഏക്കർ സ്ഥലമുണ്ട്, അത് ചുള്ളു വരക്ക് കിട്ടും. ആര് മയ്യത്തിന്റെ പിന്നാലെ നടക്കുമ്പോ പറയാ, അവിടെ കൊണ്ടേ നിർത്തിയിട്ട് പറയാം മയ്യത്ത് വരാൻ ഈ സമയമുണ്ട്, കാറിന്റെ നമ്പർ, വണ്ടിയുടെ നമ്പർ, ഓണ വിശേഷം, ഇവിടുത്തെ ചൂട്, ആവി, പുക, ഇതൊക്കെയാണ് ചർച്ച. വരാനുള്ളത് എന്താ? മയ്യത്താണ്. ഇനി ഇത് കബറിലേക്ക് വെക്കാനുള്ളതാ മയ്യത്താണ്, ഇതിൽ അടക്കാനുള്ളതെന്താ മയ്യത്താണ്, നീ ആകാനുള്ളതെന്താ മയ്യത്താണ്. ആ ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് അന്ന് പറയാ, ഈ ദുനിയാവിൽ വെച്ചത് കാണാതെ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഈ കണ്ണുണ്ടല്ലോ, അവർ നിൽക്കുന്ന അതേ അവസ്ഥയിൽ വെച്ച് നാം അവരുടെ കണ്ണുകളെ തുടച്ചു മാറ്റുമായിരുന്നു. എന്നിട്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. പക്ഷെ എങ്ങനെ നടക്കാൻ കഴിയും? അടുത്തായത്താ നമ്മൾ കാണാതെ പഠിച്ചാൽ ഞാനിതിങ്ങനെ പറയുമ്പോ ആ വേഗതയിൽ ചിലപ്പോൾ അങ്ങനെ മാറിപ്പോകുന്നല്ലാതെ നിങ്ങൾക്കൊന്നും തെറ്റുമെന്ന അശേഷവും ഒരു വിശ്വാസം എനിക്കില്ല. കാരണം അത്ര ചെറുപ്പത്തിൽ അത് കരിങ്കല്ലിൽ കൊത്തിവെച്ചാൽ പോലും ചിലപ്പോൾ നടന്നിട്ട് തേഞ്ഞു പോകും. പക്ഷെ കല്ലിൽ അങ്ങനെ കൊത്തിവെച്ചത് അത് ചെറുപ്പം മുതലേ ഉള്ളത്. അല്ല പറയാ, നാം ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ നിന്നോർത്ത് നിന്നിട്ട് ഒരു ഇടിപാട് തട്ടിയാൽ കരിഞ്ഞു പോകുന്നത് എങ്ങനെയാണോ അതുപോലെ നിൽക്കുന്ന അതേ നിലപാടിൽ നിന്നിട്ട് നാം അവരെന്ത് ചെയ്യും? മറ്റൊരു രൂപമാക്കി മാറ്റും. പടച്ചോന പറയുന്നത് വെള്ളിയാഴ്ചല്ലേ മീൻ കിട്ടാൻ പ്രയാസമുള്ള ദിവസം. എന്തുണ്ടെന്നറിയോ? കടലിലിറങ്ങാൻ പല ആൾക്കൊരു പേടിയാ. പണ്ട് ഇസ്രായേലികളായ ആളുകൾ സബത്ത് ദിവസം മീൻ പിടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ട് കൽപ്പന ലംഘിച്ചിട്ട് നാം അവരെ നന്ദി കെട്ട കൊരങ്ങന്മാരാക്കി മാറ്റി. അത് പേടിച്ചിട്ടല്ല, മുൻകിട്ടെന്ന് വെച്ചിട്ടല്ല, കൊരങ്ങനായി പോകുമെന്ന് പേടിച്ചിട്ട്. ആ പടച്ചോൻ അന്നുള്ളത് ഈ ഖുർആനായിട്ട് നമ്മുടെ മുമ്പിലില്ലേ? അന്ന് എന്താ പറയുന്നറിയോ? പൂർവകാലത്ത് രൂപം മാറ്റിയ അതേ പടച്ചോൻ വീണ്ടും പറയാ, അല്ല ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ നിന്ന അതേ നിലപാടിൽ നിന്ന് തന്നെ അവരുടെ രൂപം നാം മാറ്റുമായിരുന്നു. അവർ മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാൻ ശ്രമിക്കും, പക്ഷേ തിരിച്ചു പോകാനാകില്ല. ഇനി പോകാനുള്ളത് എങ്ങോട്ടാ? പരലോകത്തേക്കും. അത് മറക്കാനും പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ ഉണ്ടല്ലോ, സൂറത്ത് യാസീൻ 36-ാമത്തെ അധ്യായം, അത് എന്തുകൊണ്ടാ പഠിക്കണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ പഠിക്കണം എന്ന് പറഞ്ഞത്? മരിച്ചോർത്തോ അതൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം എത്ര സ്വഹാബിമാര്, പ്രഗത്ഭരായ ആളുകള്, തന്റെ വീട്ടിൽ തന്റെ മക്കള്, തന്റെ പേരക്കുട്ടികള്, ഭാര്യമാരും ഒക്കെ മരിച്ചു. ഒരൊറ്റ യാസീൻ റസൂൽ ഓതിയിട്ടില്ല. മരിച്ചോർത്ത് പ്രത്യേകം യാസീൻ ഓതിയിട്ടില്ല എന്നല്ല, യാസീന്റെ ഫളീലത്തിന് മരിച്ചോർത്ത് ഓതാൻ യാതൊരു ശ്രേഷ്ഠതയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതിന്റെ 70-ാമത്തെ ഞാൻ കേൾപ്പിച്ചില്ലേ, ലിയുൻദിർ മൻ കാന ഹയ്യൻ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാ. ഏത്? സൂറത്ത് യാസീൻ. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം എന്താ? ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് കായ് വാങ്ങിയിട്ട് ഫുഡ് അടിക്കാനുള്ള ഏർപ്പാടുന്ന അല്ല, അവർക്കുള്ള താക്കീതാ. ഇതല്ലെങ്കിൽ നാളെ പടച്ചതമ്പുരാൻ കൊണ്ടുവരും. ഈ ആഘോഷിച്ച ആഘോഷത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് പോലെ, ആലസ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് പോലെ സുഖജീവിതത്തിൽ നിന്ന് നാളെ ദുരന്തപൂർണമായ ശിക്ഷയുടെ, വേദനയുടെ, വിചാരണയുടെ നിര്യാത്തിലേക്ക് പടച്ചോൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ പല സൂറത്ത് പല ആയത്തുകളും വലോ കുന്തും ജിബില്ലൻ കസീറൻ, നമ്മളെങ്ങനെ ഓതുക? കുഞ്ചുബില്ലൻ കസീറൻ. ഇവിടെ എങ്ങനെ ഓതുക? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ. അല്ല, മിൻ മർഖദിന, അവിടെ നിർത്തണം. എന്നിട്ട് പടച്ചോൻ പിന്നെ ബാക്കി പറയാ. എന്താ പറയുന്നത്? യാ വൈലനാ, എന്റെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ.
റബ്ബേ, ഞാൻ എന്റെ മോളുടെ കല്യാണത്തിന് വാഹനമെടുത്ത് പുറത്തേക്ക് പോയതാണല്ലോ, ഒരു ആക്സിഡന്റിൽ മരിച്ചു, എന്റെ റൂഹ് പോയി, പിന്നീട് ഞാൻ ഉണ്ടായിരുന്ന ഉറക്കത്തിൽ നിന്ന് എന്നെ കൊണ്ടുവന്നതാരാ? എന്നെ എന്റെ ബന്ധുക്കളും മിത്രാദികളുമായ ആളുകൾ ആരുടെ മണ്ണിൽ താഴ്ത്തി വെച്ചതല്ലേ? വേദനയറിയാത്ത, സങ്കടങ്ങളില്ലാത്ത, നൊമ്പരങ്ങളില്ലാത്ത, കണ്ണീരില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത ഈ മണ്ണിന്റെ അറയിൽ നിന്ന് ഈ ദുരന്തപൂർണമായ ശിക്ഷ കാണാൻ വേണ്ടി, ഈ നരകത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, ഈ തീച്ചൂടിന്റെ വേവുകൾ അനുഭവിക്കാൻ വേണ്ടി ആരാണ് ആ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്? ഇന്നെങ്കിലും എന്റെ സഹോദരന്മാർ, നിങ്ങളോടല്ല കേട്ടോ, ഈ ഇരിക്കുന്ന നിങ്ങളോടല്ല, ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരും ഇന്നെങ്കിലും പോയിട്ട് പരിശുദ്ധ ഖുർആന്റെ 36-ാമത്തെ സൂറത്ത് ഇങ്ങനെ ഒന്ന് മറിച്ചു നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ അതിലുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യം. അതിലില്ലേ? ആരാ ചോദിക്കുന്നത്? ഒരുപക്ഷെ ഞാനാകാം, നമ്മിൽപ്പെട്ട പല ആളുകളുമാകാം. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്? എന്ത് കാരണം? ഒരു നഷ്ടബോധമാണ്, കുറ്റബോധമാണ്. ജീവിതം മികച്ചതാക്കി തീർക്കാൻ കഴിഞ്ഞില്ല. ആഘോഷങ്ങളിൽ മുമ്പന്തിയിലുണ്ടായിരുന്നു, മറ്റു പല മേഖലകളിലുണ്ടായിരുന്നു. അല്ല പറയാ, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. കുടുംബത്തിൽ സന്തോഷവാനാ. വെക്കേഷനാണല്ലോ, ഉച്ചക്ക് എന്താന്ന് വെച്ചാൽ വിശേഷാണ്, വിഭവസമൃദ്ധമായ ആഹാരം. അതാരാ കൊണ്ടുവന്നത്? വിയർപ്പിന്റെ അംശം പറ്റിയ കുടുംബനാഥന. പക്ഷെ അത് തിന്നു കിടന്നുറങ്ങുമ്പോ അസർ നിസ്കരിച്ചോ മക്കളെ എന്ന് ചോദിക്കാൻ മറന്നു പോകരുത്. രാത്രി പാടും വാരി വലിച്ചു കയറ്റിയതിനു ശേഷം സുബഹി നിസ്കരിച്ച മക്കളെ എന്ന് ചോദിക്കാൻ മറന്നുപോയാൽ അവരെ പറ്റിയാ പറഞ്ഞത് കുടുംബത്തിൽ സന്തുഷ്ടനായിരുന്നു, പക്ഷേ അതിനേക്കാൾ വലിയ ദുഷ്ടനായിരുന്നു അയാൾ. മക്കൾക്ക് നൽകേണ്ടത് നൽകിയില്ല, ഭാര്യയ്ക്ക് നൽകേണ്ടത് നൽകിയില്ല, അവനവന്റെ സ്വന്തം ശരീരത്തിന് പോലും നൽകേണ്ടുന്ന ബാധ്യതകൾ കൃത്യമായി പൂർത്തിയാക്കാൻ, ബാധ്യതകൾ നിറവേറ്റാൻ കഴിയാത്ത ഹതഭാഗ്യനായ മനുഷ്യൻ അല്ലാഹുവോട് ചോദിക്കുക, ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചവരാണ്. അള്ളാഹ് മറുപടി പറയുന്നല്ലോ, ഇതാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത്. ആര്? അർ-റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു. ഈ പരലോകത്തെ പറ്റിയ, ഈ നരകത്തെ പറ്റിയ സൂറത്തു റഹ്മാൻ 55-ാമത്തെ ആയത്തിൽ നോക്കൂ. കുറ്റവാളികൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും. അവരുടെ പാദവും കാലും തലയും ഒരു മുയലിനെ പിടിച്ചു കൊണ്ടുവരുന്നത് പോലെ, ഒരു താറാവിനെ പിടിച്ചു കൊണ്ടുവരുന്നത് പോലെ, ഒരു നാൽക്കാലി അറുക്കാൻ കൊണ്ടുവരുന്നത് പോലെ 4 ഭാഗത്തു നിന്നും കെട്ടിയിട്ട് അവന്റെ മൂർധാവും കാലും നാം പിടിച്ചടക്കും. എന്നിട്ട് പറയുമത്രേ അവനോട്, ഹാദിഹി ജഹന്നമുല്ലതീ കുറ്റവാളികളെ, നരകത്തിന്റെ അവകാശികളെ, ഇതിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരെ, ഇതാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന നരകമെന്ന അവസ്ഥ. അല്ലാഹു വീണ്ടും അത് ഓർമ്മപ്പെടുത്തുക, പ്രവാചകന്മാർ വന്നില്ലേ, അവരൊക്കെ സത്യപ്പെടുത്തി പറഞ്ഞില്ലേ, മനുഷ്യരെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, 24 മണിക്കൂറിൽ 23.5 മണിക്കൂറും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. അരമണിക്കൂർ റബ്ബിന് കൊടുക്കണേ. സമ്പത്ത് എത്ര വേണമെങ്കിലും ഹക്കും ബാത്തിലും മനസ്സിലാക്കി വളരെ കൃത്യമായി നിങ്ങൾ സമ്പാദിച്ചെടുത്തോ. ഒരു കൊല്ലം തികയുമ്പോ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നൊരു 2.5% നിങ്ങൾ കൊടുക്കണേ. ലോകത്തിന്റെ ഏത് വേഗത്ത് പോകും, ഏത് രാജ്യത്തേക്കും നിങ്ങൾ ടൂർ പോയിക്കോ. പക്ഷെ ആയുഷ്കാലത്തിനിടയിൽ റബ്ബുണ്ടാക്കിയ ഭവനങ്ങളിലെ പരിശുദ്ധമായ ഹറമിലൊന്ന് പോകാൻ, ഹജ്ജൊന്ന് ചെയ്യാൻ നിങ്ങളൊന്ന് മെനക്കെടണേ. 365 ദിവസങ്ങളിലെ എല്ലാ ദിവസവും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. പക്ഷെ ഒരു മാസത്തിന്റെ പകലിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഒന്ന് റബ്ബിന് നന്ദി കാണിക്കണേ. ഇങ്ങനെ എണ്ണി എണ്ണി റബ്ബ് പറഞ്ഞത് വളരെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ ആ നാഴിക കല്ലുകളെ മറിച്ചു കിടന്ന് നിങ്ങൾ ഈ ദുനിയാവ് കിടന്ന് നാളെ പരലോകത്തെത്തുമ്പോ പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെടാനുള്ള ദിവസം വരാനിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ അപാകതകളും നമുക്ക് അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بالله يا عباد الله اتقوا الله ثانيا بتقوى الله. സഹോദരങ്ങൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുത്തഖീകളായി ജീവിക്കുവാൻ
ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്ത് യാസീനിൽ ഒരായത്ത് കൂടി കൽപ്പിച്ച് അവസാനിപ്പിക്കാം. 65-ാമത്തെ ആയത്ത്. പല കാര്യങ്ങൾക്കും വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആൾക്കാർ നമ്മളെ. നാക്ക് കൊണ്ട് ബ്രൂസിലിയാണ്, ഡബിൾ ബ്ലാക്ക് ബെൽറ്റ് ആണ്. മറ്റൊരാളെ പറഞ്ഞ് പിടിച്ചിരുത്താൻ പറ്റുന്ന നമ്മുടെ നാവിന്റെ മൂർച്ച ഉണ്ടല്ലോ, അത്യഭാരമാണ്. പക്ഷെ അല്ലാഹ് പറയുന്നൊരു കാര്യം യാസീനുകൾക്കറിയാം, ആയത്തുകൾക്കറിയാം. ഞാൻ വൃത്തിന്ന് ബോധിപ്പോയാൽ മതി. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നേരത്തെ പറഞ്ഞില്ലേ, കേട്ടില്ലേ നമ്മൾ? ആ ഒരു ദിവസത്തിന്റെ സവിശേഷത എന്താ അറിയോ? ഇതിനേക്കാളൊക്കെ അപ്പുറമുള്ള ഒന്നാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായക്ക് സീല് വെക്കും, മുദ്ര വെക്കും. ഇനി അതിന് സംസാരിക്കാൻ കഴിയില്ല. വതുകല്ലിമുനാ, പിന്നെ ഈ മനുഷ്യന്റെ അവസ്ഥ റബ്ബിനോട് പരിചയപ്പെടുത്താരെന്നറിയോ? ഐദീഹിം, കൈകൾ സംസാരിക്കും. സർട്ടിഫൈ ചെയ്യുന്നതോ വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ. അർദ്ധരാത്രിയിൽ ബാപ്പ അറിയാതെ ഉമ്മ അറിയാതെ പോർച്ചെന്ന് കാറുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട മോൻ പുലരുന്നതിന് മുമ്പ് വീട്ടിലെത്തി. ഉമ്മാക്ക് അറിയില്ല വിയർപ്പിന്റെ ഗന്ധം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു പ്രായം കഴിഞ്ഞതുകൊണ്ട് മകനെ ചേർത്തി പിടിച്ചില്ല. ഒരുപക്ഷെ ബിയറിന്റെ ആയിരിക്കാം, ലഹരിയുടെ ആയിരിക്കാം, സിഗരറ്റിൻ്റെതായിരിക്കാം. മോനെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം എൻ്റെ മോൻ പാതിരാത്രിയിലൊക്കെ വണ്ടി എടുത്ത് പുറത്ത് കറങ്ങി കൂട്ടുകാരുമായി ഹോട്ടലുകളിൽ കറങ്ങുന്നതെന്ന് അഭിമാനിക്കാനല്ല, ആ നടന്നുപോയ കാലില്ലേ, ഭാര്യ അറിയാതെ അരയിൽ ലഹരിയുടെ കുപ്പിയുമായി കയറി വന്നിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് കുടിച്ച് വലിച്ചെറിഞ്ഞ് തോട്ടിലേക്ക് എറിഞ്ഞിട്ട് ആ കാറിൽ തന്നെ കടന്നുറങ്ങിയ ആൾക്കാരില്ലേ, പള്ളിക്കാട്ടിൽ കബറുകൾക്കിടയിൽ പോലും ഇരുന്ന് തേങ്ങന്റെ വീട്ടിലും തെങ്ങിന്റെ വീട്ടിലും മാവിന്റെ വീട്ടിലും ചുറ്റി കളിച്ച ആൾക്കാരില്ലേ, പല അനാശ്വാസതയിലേക്ക് നടന്നു പോകുമ്പോ മാർജാര പാദന്മാരായിട്ട് നടന്നുപോയ ആൾക്കാരില്ലേ, പൂച്ച നടക്കുന്ന പോലെയല്ല അപ്പൊ പറഞ്ഞതേ. എങ്കിൽ നാളെ മനസ്സിലായിക്കോട്ടോ, ആ ശബ്ദം മുഴുവൻ പിക്ചറൈസ് ചെയ്ത് വിഷ്വൽ ചെയ്തിട്ട് ഒരു വിഷ്വൽ പ്രസന്റേഷൻ ആയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ വായന കൊണ്ട് ഇനി വാക്കാൻ, ന്യായീകരിക്കാൻ, പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു ബന്ധിച്ചിട്ട് കൈകളെ കൊണ്ട് സംസാരിക്കും. അല്ലാഹുവേ, ഈ പൊട്ടിച്ച കുപ്പിയുടെ കൈ ഇതാണ്, വലിച്ച സിഗരറ്റില്ലേ അത് ഈ വിരലുകൾക്കിടയിൽ ഇരുന്നിട്ടാണ് ഞെരിഞ്ഞമർന്നത്, അന്യായങ്ങളിലേക്ക് പോയ കൈയില്ലേ ഇതാണ്, അനാവശ്യമായി എഴുതി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ച 2 വിരലില്ലേ അത് ഇതാണ്, എന്റെ കുട്ടിയ നോട്ടുകളിലെ കറൻസികളിലെ ഈ 3 വിരലുകളാണ് എന്ന് പറയുമ്പോ ആരാ തെളിവ്? തൊട്ട് താഴെ 2 കാലുകൾ. റബ്ബേ, അതെ ഞങ്ങളാണ് ഇത് സാക്ഷി എന്ന് പറയുന്ന ദിവസം വരാനിരിക്കുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ നമ്മെ പിന്തുടർന്നു വരുന്ന 3 കാര്യങ്ങളുണ്ട്. ആവർത്തിച്ച് കേൾക്കാൻ പറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, യത്ബഉൽ മയ്യിത്ത് 3. ഒരു മയ്യത്തിനെ 3 കാര്യങ്ങളാ പിന്തുടരുക. 2 കാര്യങ്ങൾ ക്ഷണവേഗത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തിരക്കുണ്ട്. 10 ദിവസം ഉമ്മ മരിച്ചിട്ട്, ബാപ്പ മരിച്ചിട്ട്, സഹോദരൻ മരിച്ചിട്ട് 10 ദിവസം ലീവിന് വന്ന എന്റെ ദിവസങ്ങൾ ഇനി നഷ്ടപ്പെടുത്താനില്ല എന്നുള്ളത് കൊണ്ട് മരിച്ച അന്ന് തന്നെ അവനവന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. ഉമ്മ കടന്നിരുന്ന, ഉപ്പ കടന്നിരുന്ന ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ മറന്നുപോയി. മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. കൂട്ടുകാർ ഒരുമിച്ച് വരുന്നവരാ, ഒരു ചായ പകുത്ത് കഴിച്ചിരുന്നവരാ, ഒരു പഴം മുഴുവനായി കഴിക്കുന്നവരെ പൊട്ടിച്ചു തന്നിരുന്ന ആൾക്കാരാ, പാർട്ട്ണർമാരാണ്. പക്ഷേ ഈ ഇറങ്ങി മണ്ണിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇനി അവരെ കൊണ്ട് പ്രയോജനമില്ലാതെ തിരിച്ചറിയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാ. ഭാര്യ മനസ്സിലാക്കി, ഏതുവരെ എത്ര നേരം കരയും ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതാ. 16 വയസ്സിൽ 19 വയസ്സിൽ 20 വയസ്സിലൊക്കെ കല്യാണം ചെയ്ത് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യ ഇന്ന് ഞാൻ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ് ബുദ്ധിപ്പിടിക്കൂലേ? പറയരുതേ, എനിക്കത് സഹിക്കാൻ കഴിയില്ല. മരിച്ചാൽ എത്ര നേരം ഉണ്ടാവുന്നറിയോ? ഒരു വിശപ്പ് വരെ. നന്നായിട്ടൊന്ന് വിശന്നാൽ പിന്നീടത്തെ അന്വേഷണം വിശക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. പൂർണ്ണമായി കഴിച്ചോ വയറ് നിറച്ചോ എന്നുള്ളതല്ല, അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഹ്ലുഹു വമാലുഹു, കുടുംബവും സമ്പാദ്യവും ഒക്കെ തിരിച്ചു പോകും. വയുബഖാ വാഹിദുൻ, ഒന്ന് മാത്രമാണ് അവശേഷിക്കുക, അമലുഹു, അവന്റെ അമൽ. കഴിഞ്ഞ ഈ ഡിസംബർ 27 വരെ, കഴിഞ്ഞ ജനുവരി 1 മുതലുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നോക്കുമ്പോൾ ബാലൻസ് എത്ര ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ നിസ്കാരം എത്ര എണ്ണം പോയി,
നോമ്പെത്രട്ടം നഷ്ടപ്പെട്ടു, എത്ര ഖുർആൻ ഓതാൻ പറ്റി, റബ്ബുമായി ഏതെല്ലാം രൂപത്തിൽ രഹസ്യമായിട്ട് സഹോദരന്മാരെ പല ആൾക്കാരും ഉറ്റ ബന്ധുവിനോട് പോലും പറയാത്ത, ഭാര്യയോട് പറയാത്ത, ബന്ധുക്കളോട് പറയാത്ത കാര്യങ്ങൾ പോലും ബെസ്റ്റ് ഫ്രണ്ടിനോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ടില്ലേ? എന്നാൽ അത് മുഴുവൻ അവിടെ തന്നെ അവശേഷിക്കും. ഒരു പക്ഷേ അത് വെച്ച് നാളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. എന്നാൽ ബ്ലാക്ക്മെയിൽ ചെയ്യാത്ത, തന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളെ മുഴുവൻ മായ്ച്ചു തരാനും പുറത്തു തരാനും കഴിയുന്ന റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു പാതിരാത്രി ഒരമണിക്കൂർ നേരം കരയാൻ, കണ്ണീരൊലിപ്പിക്കാൻ, സങ്കടങ്ങൾ പറയാൻ, ആവരാതികൾ പറയാൻ ഈ ആയുഷ്കാലത്തിനിടയിൽ സമയം കണ്ടെത്തിയിരുന്നോ എന്ന് ഒരു വേള ചിന്തിക്കാൻ കൂടി ഈ കലണ്ടർ മാറ്റുമ്പോൾ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹു നമുക്ക് ഇരു ലോകത്തും അവ മുഴുവനും മറച്ച് പുറത്തു വെച്ച് നമുക്ക് അനുഗ്രഹം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗവും പ്രയാസവുമുള്ള ആളുകൾ, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആജലും കാബിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അവനവന്റെ സൃഷ്ട ജീവിതം ദുരിതപൂർണ്ണമാകുന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും താഖത്തും സിഹത്തും നൽകി അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായമില്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമാകുന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.